ഗൈസ് ഇന്നെന്താ പരിപാടി എന്നല്ലേ, ഇന്ന് നമ്മളെ കൂട്ടത്തിലെ ചങ്കിൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ ഓന് ചെറിയ സർപ്രൈസ് കൊടുക്കുന്ന പണിയെല്ലായിട്ട് നമ്മളങ്ങ് തലശ്ശേരിയിലേക്ക് വിടാം. അപ്പം എന്നാൽ നേരെ അങ്ങോട്ടേക്ക് വിട്ടാലോ, അതിൻ്റെ സംഭവം എല്ലാം കണ്ടാലൊന്ന്. ഇന്ന് ഓന് നമ്മൾ നല്ല കിഴിലും സർപ്രൈസ് കൊടുക്കും. ഓൻ തന്നെ വിചാരിക്കാണ്ട് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിടാം. നമ്മളെന്തിനും ഇവിടെ വന്നേ, ഇന്നത്തെ പരിപാടി ഒരു വിശിഷ്ട ബഹുമാനപ്പെട്ട സലാം അവറുകളുടെ ബർത്ത്ഡേ ജന്മദിനത്തിനാണ് അർപ്പിക്കാനും. അപ്പൊ ആരുടെ ബർത്ത്ഡേ? എന്റെ ബർത്ത്ഡേ, സലാമിന്റെ ബർത്ത്ഡേ. എടാ നേരത്തെ ഒരു കേക്ക് ഓർട്ടില്ലേ, റെഡ് വെൽവെറ്റ് ഹാഫ് kg. അതന്നെ അതന്നെ. ഹനി സെറ്റല്ലേ? ഇൻട്രോവേർട്ട് ഹനി. എന്ത് നിന്റെ നാറ്റിക്കണ്ടേ ഹനി? അവിടെ കേക്ക് നോക്കട്ടെ. എടാ ഫോട്ടോ എടുക്കാൻ എടുത്തേ, ഫോട്ടോ എടുക്കാൻ എടുത്തോ വേണ്ടല്ലോ. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. എത്രയാടാ, എത്രയാ? കൊടുത്തോടാ. ഇല്ല കൊടുത്തോ, നീ എടുത്തോ, നീ എന്നെ എടുത്തോ. ഹാരി പെട്ടല്ലേ തേങ്ങ. എന്താ സേവ് ആക്കിയത് നീയാ? സമോ കേക്ക് കേക്ക് പേയ്മെന്റ് അയച്ചോ അല്ലേ? ചേ പേയ്മെന്റ് പകുതിയെ കൊടുക്കണ്ടോടാ. ചേ എനിക്ക് നോക്കട്ടെ എത്ര കിട്ടും നോക്കാം നമുക്ക്. കേക്കെല്ലാം സെറ്റല്ലേ? അപ്പം എന്താ പരിപാടി എന്നൊക്കെ പോപ്പർ ആക്കട്ടെ? പോപ്പർ ആക്കണ ചോദിച്ചോക്കെ. ഇതാ നമ്മളെ മെഹറൂഫ് ക നമ്മളെ കേക്ക് സ്പോൺസർ ചെയ്താണ്. അപ്പം താങ്ക് യു കേട്ടാ, താങ്ക്സ്, വലിയ ഉപകാരമായി പോയി. ശരി എന്നാ കാണാം. ഓക്കെ നമ്മളെന്താ പിള്ളേറായിട്ടുണ്ട്. ഓക്കെ ശരി എന്നാ. എന്ത് ഇനി നീയാ മെയിനായിട്ട് വേണ്ടേ? നീ ഉണ്ടാവണോ? ഓൻ കണ്ടാ ഇതല്ല നമ്മളെ കേക്ക് കാണിച്ചാ? കേക്ക് കാണിക്ക്. എടുത്തു, ഓൻ കണ്ടിട്ടില്ല, എടുത്തു. ഇതാര്? ഹാപ്പി ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. അച്ചടാ നാണം കണ്ട. എന്ത് പറഞ്ഞേ? ആടാ ഒരു പോപ്പറിനും കൂടി കുറവുണ്ടായിരുന്നു അല്ലേ? ഇല്ലടാ ആടില്ല പോലും സാധനം. താരാ നീ കഴിക്കാൻ പറ്റൂല, നീ കഴിക്കാൻ പറ്റൂല. എടാ എന്താടാ നിന്റെ ഇന്നത്തെ ജന്മദിനത്തിനെ നീ പൊട്ടിക്കുന്ന? ബർഗർ കിങ്ങിൽ മറ്റേ സാധനം തരൂലേ, മറ്റേ ചിക്കൻ ചെയ്ത് കൊടുക്കണം. കഴിക്കട്ടെ. ആ മുറിക്ക്, അത് വെച്ചിട്ട് അത് കെട്ടടാ, കെട്ടി കൊടുക്ക്. ഇനി പോന്നല്ലേ, ഇനി പോയിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം ചിലപ്പോൾ ഇതേപോലെ ഉണ്ടാവട്ടെ. അങ്ങനെയല്ല, അടുത്ത കൊല്ലം പിള്ളേർ കേക്ക് ഇവിടെ ഉണ്ടാവണമെന്ന്. എനിക്ക് ഭയങ്കര സ്നേഹം എന്നോട്, അതുകൊണ്ട് പോവാൻ പെടുന്നില്ല. ഇമോഷണലായ അല്ല ഇവനെന്തിനാടാ ദൂരത്ത് പോയിട്ട് ഓര് അത് പ്രായത്തിന്റെ ഓരോരോ ഇതാ. തന്ത ആയോണ്ടാടാ, തന്തേട്ടാ. ഓന് ഇതിനൊന്നും താല്പര്യമില്ല പോലും, അങ്ങനെ പറയുന്നു. ഇൻവേർട്ടറിന്റെ മെയിൻ സ്വിച്ച് പോടാണ്. ഇങ്ങനെ ഇടണോ? ഇപ്പൊ ശരിക്കും എത്ര വയസ്സായി? 30 40 എത്രയാ? 26 അല്ലേ? 25 തുടക്കം 26. കേറി കേട്ടായി. എടാ അത് പൊട്ടിച്ചല്ല, നശിപ്പിക്കല്ല. 25 കേക്ക് മുറിക്കട്ടെ. വൈകിട്ടൊന്ന് ചെരിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണേ. കരച്ചിലിരുന്ന കരച്ചിലിരുന്നടാ.
ഇമോഷണൽ. പാട്ട് കൂടി വെച്ചാൽ എടാ കേക്ക് മുറിക്കേ വാ എല്ലാരും പാടാ എല്ലാരും അപ്പുറം വാ. ഹാനി പാടാ എന്താണ് വാ വാ എല്ലാരും തന്നല്ലേ വാ എല്ലാരും പാട് പാടട എല്ലാരും അപ്പുറം പാട്. ഇതാരാ പറഞ്ഞേ ബർത്ത്ഡേ കേക്കല്ല ആനിവേഴ്സറി കേക്ക്. ചില ആൾക്കാരുടെ പ്രത്യേക താല്പര്യം കൊണ്ട് റെഡ് വെൽവെറ്റ് എടുത്തിട്ട് സലാം കാക്ക സലാം കാക്ക സ്നേഹം കൊണ്ടല്ലേ സലാം സലാം സൽമാൻ ഖാൻ മുറിക്ക് കമാൺ. എടാ ഓന് വിഷമാണ് പാട്ട് പാടി കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് പട്ടീണ്ടടാ. എടാ നീ തിന്നേ ഇന്ത്യ ബർത്ത്ഡേ മറ്റുള്ളവരുടെ ബർത്ത്ഡേ അല്ല. വട്ടത്തിന് മുറിച്ച് കളിക്കുന്നത്. ഓ ഡിവൈഡ് ചെയ്ത് കളിക്ക. എല്ലാവർക്കും എണ്ണം വെച്ചിട്ട് ആർക്കും ഇപ്പൊ കൊടുക്കാൻ. നീ ആദ്യം തന്നെ നിന്റെ അല്ല ബർത്ത്ഡേ. നീ എന്താടാ അങ്ങനെയാ സ്വന്തം മുറിച്ചിട്ട് തിന്നാൻ ഉളുപ്പ് നീ കഴിപ്പിക്ക്. നല്ലതെടുത്തു ഇതുണ്ടാ. ഇതിലാരാ ഏറ്റവും മുതുക്കനാരാ ഏറ്റവും മുതുക്കനാരാ? അജുനെടുക്ക് അജുനെടുക്ക്. കേക്ക് എടുത്തിട്ട് ഓടുന്ന എന്താടാ മുഖം കാണിക്കാൻ പാടി? കേക്ക് എടുത്തിട്ട് ഓടുന്ന ചക്കൻ സ്നേഹം അനക്ക ഫസ്റ്റ് കേൾക്കാം. എടാ എന്റെ രണ്ട് കയ്യിൽ ക്യാമറ അവിടെ തരാൻ കഴിയില്ല. അതെ ഒന്നും കൊടുത്തടാ. എന്റെ ഓക്കെ അതെ ഇതെന്റെ ക്യാമറ ഓക്കെ. മൂന്നാമത്തെ കൈയാണ് തനി രാവണൻ. ഇവൻ സന്തോഷ ജന്മദിനം. എന്തുണ്ട് കേക്ക് എങ്ങനാ? ചേട്ടന് ഇഷ്ടപ്പെട്ടാ? എന്ത് തോന്നുന്നു? നല്ല. എത്ര വയസ്സാ? 26? 25. 25 വയസ്സിലെടുത്ത തീരുമാനങ്ങൾ എന്തെല്ലാം? ഫോക്കസ് കരയുന്നു കരിതാ എടാ എന്താ ഭാഗ്യവാന്. എന്താ ഇതിനുള്ള എന്താ ടീഷർട്ടാ? ഇപ്പൊ ശരിക്കും ഒരു ഇമോഷണൽ ആയിട്ടാ. അടുത്ത ഇതാണ് കറക്റ്റ്. അത് ശരിയായ സർപ്രൈസ് കേട്ടോ. പക്ഷെ അതിന് ഇപ്പം പോകുകയാണ് ഫേക്ക് ആയി കാണുന്നത്. റിയൽ ഉണ്ട് എനിക്ക് നല്ല സന്തോഷമാണ്. എടാ എടാ എടുത്തു അതെടുത്തടാ. ആനി പറ നിനക്കെന്താ മടിയാ? പറയടാ. ഓ പൊരക്കൊണ്ട് പോയി. അജു പറയടാ. ഇതെങ്ങനെ ഇവിടെ എത്തി? സലാമിന്റെ കൈ കൊടുത്ത സാധനം എങ്ങനെ ഇവിടെ എത്തി? എടാ ബർത്ത്ഡേ ഓനാരും കേക്ക് കൊടുക്കാത്തതിന്റെ വിഷമ. ബർത്ത്ഡേ എന്നാ സമയം ടീഷർട്ട് എല്ലാരും കൂടി സ്പോൺസർ ആയി. എന്നോട് ഒരാൾ പറഞ്ഞു ആടുന്ന് അടുത്ത മാസം ഒരാളെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. അജുവിന്റെ തരാം. അടുത്ത മാസം ആരും മറന്നോണ്ട. 17-ാം തീയതി. കാര്യമായിട്ട് ആരുടെ അടുത്ത ബർത്ത്ഡേ? ഒരു ബാഹുബലി ലെവലിൽ അജുവിന്റെ അടുത്ത മാസം ഇത് എത്രയായിരുന്നു? 20-ാം തീയതി 17-ആ. അടുത്തടുത്തുണ്ടാവും. പറയടാ സലാം എന്തേ പ്രശ്നം? ഉടുപ്പുണ്ടാ എനിക്ക് ഓന്റെ ടീഷർട്ട് എടുക്കാൻ. ബർത്ത്ഡേ ഓന്റെ അല്ലടാ. കട്ട ചങ്സ് എല്ലാം അങ്ങനെയാ. അത് ഒരു ദിവസം ഒന്ന് ഇട്ടോട്ടെ. എന്റെ തരും എനിക്ക് ജുബ ബില്ല് എടാ ആനി ബില്ലെടുത്താ. വലിയ ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കും. ബില്ല് ട്രാൻസാക്ഷൻ ജിപ്പ് എടുക്കും. നീ എവിടെ പോന്നെ? ഗൾഫിലാ?
ഇവന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ബർത്ത്ഡേക്ക് ഫേക്ക് ഫ്രണ്ട് ആണോ? നമ്മളൊരു ടീഷർട്ട് എടുത്തൊരു ഫേക്ക് ഫ്രണ്ട്, നിങ്ങൾ കേക്കിന്റെ പൈസ വെച്ചൊരു ഫേക്ക് ഫ്രണ്ട്, എല്ലാം ഫേക്ക് ഫ്രണ്ട് തന്നെ. എന്തുകൊണ്ട് അഭിപ്രായം ഇല്ലാത്ത? ചെറിയ പിള്ളേരുള്ള കേക്ക് ടീഷർട്ട് ഇട്ടില്ല എന്നുള്ളതിനാ? ചെറിയ പിള്ളേർ കേക്ക് മുറിക്കുന്നത് ഞാൻ കേക്ക് മുറിച്ച ഓക്കെ, ഇത് ചെറിയ മുതുക്കന്മാരെല്ലാം എന്തിനു മുറിക്കുന്നത്? എടാ ഓനൊരു ആഗ്രഹില്ലേ, ഓനും സെലിബ്രേറ്റ് ചെയ്യണ്ടേ, ബർത്ത്ഡേ അല്ലടാ. ഇത് കാർന്നോറാ. അതെ അതെ, ജീവിതം ഒന്നല്ലല്ലോടാ നിന്റെ ബർത്ത്ഡേ പാ, നീ കരയല്ല. തന്ത വൈബായാലോ, ക്യൂട്ട് ഫേസും വെച്ച് തന്ത വൈബായാലോ. കാർന്നോടെ ബർത്ത്ഡേ കഴിഞ്ഞ സെപ്റ്റംബറിൽ. പാവം വെറുതെ അല്ലാട്ടാ, അടുത്ത സെപ്റ്റംബറിൽ നമുക്ക് വിളിക്കാം. ഞാനപ്പടെ നാടോട്ടും നമുക്ക് ഒരു കേക്ക് കൂടി മുറിച്ചാലോ? ഷെഫ്രി, ഹാനി ഓന്റെ ഷർട്ട് എടുത്തിട്ടോ, എനിക്ക് എന്താ പറയാനുള്ളേ? അതിന് മുന്നേ ഞാൻ സെലാവിനെ പരിചയപ്പെട്ട കഥ ഞാൻ പറയാം. പണ്ട് വർഷം ഏതാ എനിക്കറിയില്ല. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ, ഞാനും ഇവനും ചെറുപ്പത്തിൽ, അതൊരു വലിയ കഥയാണ്. അതെ അതെ അതെ, മദ്രസയിൽ പഠിക്കുമ്പോൾ ഞാനും ഇവനും കണ്ടു. ഡിവിഷൻ മാറ്റാണ്. ഞാൻ എയില്, ഇവൻ ബിയിലോ സിയിലോ, അങ്ങനെ എന്തോ ഒരു സംഭവം മദർസയൊക്കെ വിട്ടിട്ട് പാരൻസ് കൂട്ടാൻ വരുമല്ലോ, ആ ഒരു ടൈമുണ്ട്. ആ ഒരു ടൈം ഇവനെ നോക്കി, ഞാനിവനെ നോക്കി, പിന്നെ അടിയായി, പിന്നെ അടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അടിയായി, അത്രേ ഉള്ളൂ. ഞാൻ അടിച്ച് കിട്ടിയ കൂട്ടുകാരാണ്. അടുത്ത കാലത്ത് JC വരച്ചോടത്തപ്പോ ഞാനാണ് കൈയടിക്കാൻ ആരുമില്ലേ? 2ാം ക്ലാസ്സിൽ നിന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് 2ാം ക്ലാസ്സിൽ ഞാനാണ് JC വരച്ചു കൊടുക്കുന്നത്. നല്ല കലാകാരനാന്നോട്ട് തന്നെ സപ്പം കൂട്ടിക്കൊണ്ടതാ. സ്റ്റോറി, ഭയങ്കര നിഗൂഢമായ സ്റ്റോറികൾ. പണിക്കൊരു കാറ്ററിംഗ് പണിക്കൊരു മറ്റേ ബിരിയാണി ചെമ്പില് മറ്റേ കൈതി ബിരിയാണി കൊണ്ടുവരും. പക്ഷെ നമുക്ക് ഇന്നാ ചെലവ് വേണ്ടേ? ഇന്ന് ചെലവും പ്രതീക്ഷ നമ്മള് വന്നേ. ഞാൻ കണ്ണൂരിൽ ഇത്രയും ദൂരം വന്നിട്ട് എനിക്ക് ചെലവ് കിട്ടിയിട്ടില്ല, ഞാൻ പോലെ എനിക്ക് ചെലവും വേണം, എന്നാലും എനിക്ക് സ്നേഹമുള്ളൂ. ഒരു 50 രൂപ പെട്രോൾ അടിച്ചു പോകുന്നു. അതെ അതെ. ഇപ്പൊ ഗായ്സ് നമ്മളെ അജു പറ, നമ്മളെ നമ്മളെ ബഹുമാനപ്പെട്ട ചങ്ങായിന്റെ ബർത്ത്ഡേന്റെ പരിപാടി എല്ലാം തീർന്ന്, പക്ഷെ ട്രീറ്റ് മാത്രം കിട്ടിയില്ല. നിന്റെ ട്രീറ്റ് കിട്ടിയില്ല. നിന്റെ ട്രീറ്റ് കിട്ടിയില്ല എന്നാ പറഞ്ഞേ. നമ്മളെല്ലാരും ഇതേപോലെ അയക്കന കുറച്ച് നോക്കുക, എടാ ലേറ്റ്, ഞാൻ ഇത്രയും ദൂരെ അടിക്കാൻ എനിക്ക് പോരാ. കണ്ണാണ് തുറക്കാൻ. അങ്ങനെ സമാപന സമ്മേളനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. 25 വയസ്സായിരിക്കുന്നു. അങ്ങനെ കളവനല്ല 25 ദിവസം വരെ നമ്മള് രണ്ടാളും ഒരേ വയസ്സാ. സമാപന അതിന്റെ ഇടക്ക് ഹർഷാദില്ല, വിളിച്ച് കഴിയാ. ഹർഷാദ് നേരത്തെ വന്നിനി, ഞാൻ പറഞ്ഞിനി ഷോ എന്തോ തിരക്കില്ല, എന്തോ ഷൂട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട സലാമിന് 25 വയസ്സായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഗൾഫിൽ പോകുമെന്ന് ഉള്ള വാഗ്ദാനത്തിലാണ് നമ്മൾ. പെട്ടെന്ന് നല്ല ജോലി കിട്ടാനും നല്ല പെണ്ണിനെ കിട്ടാനും പ്രാർത്ഥിക്കുന്നു. ആമീൻ. പിള്ളേർക്കെല്ലാം നല്ല സ്നേഹാടാ. 4 വർഷം തെറ്റിദ്ധരിച്ചു, എല്ലാവർക്കും മുമ്പ് സ്നേഹം. 4 ഒരാൾ പറയുന്നത് കേട്ടില്ല. 4 വർഷമായിട്ട് ഗൾഫിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം ഈ മാസം അല്ലെ അടുത്ത മാസം പോകുമെന്നുള്ള ഗൾഫിൽ പോകാനാണ്. 2026 വേണ്ടിട്ടാ കാത്തുന്നേ ഗൾഫിൽ പോകേണ്ടിട്ട്. അതായില്ലോ 2026 ഗൾഫിൽ പോകും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് നമ്മൾ കാര്യമായ ഗ്രാൻഡ് പരിപാടി ആക്കിയത്. അവസാനത്തെ നാട്ടിലുള്ള ബർത്ത്ഡേ ആഘോഷമാണെന്നുള്ള തോന്നലിലാണ് നമ്മൾ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു പരിപാടി നമ്മൾ. എന്നാടാ ഇതെന്ന പ്രസംഗ എന്ത് ഇത് വ്ളോഗാണ്, ഈ നാട്ടുകാരെ വെറുപ്പിക്കല്ല, നമുക്കൊരു നോർമൽ വർത്താനോ പ്രസംഗാക്കല്ല. അവസാനം ഹാനി പറ, ഒന്നും പറയല്ല. എന്തുകൊണ്ട് ഇൻട്രോവേർട്ട് ആണല്ലേ, ഇൻവേർട്ടർ ആണല്ലേ? ഇക്കൊല്ലം സലാമിനെ കംബാക്ക് ഇല്ല, അടുത്ത കൊല്ലം സലാമിനെ കംബാക്ക് ഉറപ്പാ. നെഗറ്റീവ് ആക്കുന്നത് ഈ കാരണം ഒരു ഫുൾ നെഗറ്റീവ് ആണല്ലേ.
മൈൻഡ് ആക്കുന്നില്ല. ഒരു പുച്ഛ ക്യാമറത്തിനോട് ക്യാമറ ഒരു പുച്ഛ. ആറ്റിറ്റ്യൂഡ് ആണ്. ആ ഏതാ മൈൻഡ് ആക്കുന്നില്ലടാ ഒരു കണ്ണു ചുകുമ. ഇപ്പൊ അവസാനം നമ്മളെ പരിപാടി തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് കാണാം. അടുത്ത ബർത്ത്ഡേക്ക് നമ്മളെ വ്ളോഗ് സെറ്റ് ആവണേ. അടുത്ത ബർത്ത്ഡേക്ക് നീ നല്ല ചെലവെല്ലാം തരണേ. ഗ്രാൻഡ് പരിപാടി ആയിരിക്കണം. പുറത്തായിരിക്കും. നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഗൾഫിലേക്ക് ടിക്കറ്റ് എടുത്താൽ മതി അല്ലേ? അങ്ങനെ അല്ല, നിങ്ങൾ വന്നോ. അത്രക്ക് വേണ്ട. ഫുഡ് കഴിച്ചോ, ബില്ല് ഞാൻ പേ ചെയ്യാം. അല്ല ഗൾഫിലെ ടിക്കറ്റ് എല്ലാം സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ റിച്ച് ആവും പറഞ്ഞല്ലേ? അത്ര റിച്ച് ആവും. ഓ കണ്ണുണ്ട്, ഓ കണ്ണുണ്ട്. അത് കുറച്ച് ടൈം എടുത്തിട്ട് അല്ലെങ്കിൽ മറ്റേ പൃഥ്വിരാജ് മറ്റാരെങ്കിലും ആര്യ തല്ലിയുടെ ഇറക്കാം. അപ്പൊ ഇതിന്റെ ചെലവ് നമ്മള് വേറൊരു ദിവസം കിട്ടുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, നാളെ ഉറപ്പല്ലേ? നാളെ എവിടെ പോ? നാളെ എവിടുന്ന് നമുക്ക് ചെലവ് കിട്ടോ? ചായക്കട പോകുന്നു. എല്ലാവർക്കും പൊറോട്ട റോളും ചായയോ. ഇവിടെ ആരെല്ലാം ഉണ്ടാവും നാളെ? എല്ലാരും ഉണ്ടോന്ന് അറിയാം. ഇവൻ നാളെ കാറ്ററിംഗ് വർക്ക് ഉണ്ട്. ഇവൻ മുങ്ങു. നാളെ കേട്ടാ ഇവൻ മുങ്ങു. നമുക്കറിയാം. അപ്പൊ നമുക്ക് അടുത്ത ബർത്ത്ഡേന്റെ അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത കൊല്ലം ഇതേ സമയം നമ്മൾ ഒന്നും കൂടി വ്ളോഗ് എടുക്കാൻ വരെ. ഗൾഫിലേക്കോ? ഗൾഫിലുണ്ടാവില്ല. ഗൾഫ് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. ഓക്കെ, ഇന്നലെ വീഡിയോ കോൾ ചെയ്തിട്ടില്ല എല്ലാവരും ടീമായിട്ട്. അതേപോലെ നമുക്ക് ചെയ്യാം അല്ലേ? അല്ല അജ്വലെ എന്ത് ഇല്ല, നിങ്ങൾ ഉണ്ടായിട്ടില്ല. എനിക്ക് അറിയില്ല ഇവന്റെ ബർത്ത്ഡേ. ഞാൻ ആരും സ്റ്റോറി കണ്ടിട്ട് നിന്റെ സ്റ്റോറി കണ്ടിട്ട് എന്നോട് ചോദിച്ചേ. ഓ പണ്ടത്തെ വൈബ് പിടിക്കാം. പണ്ടത്തെ 90s വൈബ്. എല്ലാരും ചെയ്യുന്നു പറയുന്നത്. ഒരാളെ ഇട്ടുപോയല്ലോ എല്ലാരും. ശരിയില്ല. അപ്പൊ നമ്മളെ വീഡിയോ അവസാനിക്കാം. ടീഷർട്ട് ഉണ്ട്. പൊതാടാ ഉളുപ്പുണ്ടാടാ. ഉളുപ്പുണ്ടാടാ. നിനക്ക് ഉളുപ്പുണ്ടാടാ. ചെക്കായിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ സാധനം നീ മോഷ്ടിച്ചോണ്ട് പോ. ഒരു വിഷമില്ല. നീ തന്നിരിക്കുന്നുണ്ട്. ഇനി ഞാൻ കൊടുക്കൂല. അഫിനെ വീഡിയോ കിട്ടിയില്ല അല്ലേ? നീ എടുത്തിട്ടില്ല? ഇല്ല, അധികം കിട്ടില്ല. കാരണം നമ്മളെ വീഡിയോ അവസാനിക്കാനേ. നമ്മളെ കേക്ക് മഹാൻ വാങ്ങിച്ച കാരണം ഒരാണ്. ബാംഗ്ലൂർ ഡേയ്സിലെ ദുൽഖറ. ഓൻ എന്റെ സ്കൂട്ടി ഓടിച്ചിട്ട് എത്തുന്നില്ലടാ. ഇങ്ങനെ ഇരിക്കുന്നോല്. എടാ നീ നോക്ക് ക്യാമറ. നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാം. ഒരു ബായ് പറഞ്ഞ. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും പറ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ. വണക്കം പറയുന്നു. ഇതല്ലണ്ടാ നീ ഷമ്മീനെ പോലെ കുമ്പളങ്ങിയിലെ ഷമ്മി. ചെക്കന് മുഖം കാണിക്കും. നോട്ടം നോക്കിയേ. അത് ഫാൻസ് പ്രശ്നം ഉണ്ടാക്കൂടാ. അവിടെ മുഖം കാണിക്കാൻ. അപ്പൊ ശരിയെന്നാ. ഇൻസ്റ്റയിലെ പേര് അടുത്ത വീഡിയോ കാണുന്നവർക്കും വണക്കം. എന്താ ഡയലോഗ് പറയട്ടെ? അടുത്ത വീഡിയോ കാണുന്നവർക്ക് അല്ല, അടുത്ത വീഡിയോ കാണുന്നവർക്കല്ല, കാണുന്നവരേക്കും. ഓക്കെ പറ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും കടന്നുറങ്ങിട്ട്